എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യമേ കാണിക്കുന്ന പുളിക്ക തറവാടാണ്. സ്റ്റാൻലിക്കെതിരെ പടിയൊരുക്കാൻ വേണ്ടി റിതാമ്മ എല്ലാ ആങ്ങളമാരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഒരാൾ മാത്രം താമസിച്ചു, സേവ്യർ. അപ്പോൾ അകത്തുനിന്ന് സ്റ്റീഫൻ വന്നിട്ട് ചോദിക്കും, അവൻ എന്താ ഇതുവരെ വരാത്തത്, വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പം റിതാമ്മ പറയുന്നുണ്ട്, ഞാൻ വിളിച്ചായിരുന്നു, വരുവാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയമായി, ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നതേക്കും ഓട്ടോയിൽ വരും കേട്ടോ ആശാൻ. വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എത്ര രൂപയാണെന്ന് ചോദിക്കും. 150 രൂപയാണ് എന്ന് പറയുമ്പം തനിക്ക് തോന്നിയ പൈസ പറഞ്ഞാൽ പോരാ, ഉള്ളത് പറ എന്ന് പറയുമ്പം ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, മീറ്ററിലുള്ള പൈസയാണ് ഞാൻ പറഞ്ഞത് എന്ന്. അന്നേരം ഒരു 100 രൂപ എടുത്തു കൊടുക്കും. അന്നേരം ഇത് 100 ഉള്ളൂ എന്ന് ഓട്ടോക്കാരൻ ചോദിക്കുമ്പോൾ പറയുവാണ്, പുളിക്കത്തറവാട്ടിലേക്കുള്ള യാത്രയ്ക്ക് 100 മതിയെന്ന്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അയാൾ പിന്നെയും നിൽക്കും. അന്നേരം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണ്. പേടിച്ചിട്ടാന്ന് തോന്നുന്നു ഓട്ടോക്കാരൻ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോകുന്നു. പോയി കഴിഞ്ഞ് അകത്തോട്ട് കയറി വരുന്നേക്കും സ്റ്റീഫൻ ചോദിക്കുന്നുണ്ട്, ഇത് എന്നതാടാ ഇത്, ഒരു കാര്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണോ വരുന്നത് എന്ന് ചോദിക്കുമ്പം സേവിച്ചൻ പറയുവാണ്, അതെ, നിങ്ങളെപ്പോലെ കാറും ഹെലികോപ്റ്ററും ഒന്നും എനിക്കില്ല, അതുകൊണ്ടാണ് താമസിച്ചത് എന്ന്. അന്നേരം അങ്ങനെ ചോദിക്കും, അതെ, ഞങ്ങൾക്ക് തന്ന പോലെ തന്നെ അപ്പച്ചൻ നിനക്കും തന്നല്ലായിരുന്നോ, എന്തിയെ നിൻ്റെ ഹെലികോപ്റ്റർ നീ കൊണ്ട് കളഞ്ഞോ എന്ന് ചോദിക്കുമ്പം സേവിച്ചൻ പറയുവാണ്, അത് ഇവിടുന്ന് അപ്പച്ചൻ പോയ കൂട്ടത്തിൽ അങ്ങ് കൊണ്ടുപോയി, സ്വർഗത്തിലേക്ക് പോകാൻ എളുപ്പമുണ്ടല്ലോ, അതുകൊണ്ട് കൂടെ കൊണ്ടുപോയതാണ് എന്ന് പറയും. അന്നേരം അപ്പനെപ്പറ്റി നീ ആവശ്യമില്ലാത്ത പറയുന്നോ എന്ന് ചോദിച്ച് സ്റ്റീഫൻ വഴക്കിന് ചെല്ലുമ്പം, എൻ്റെ അപ്പനല്ലേ, എനിക്ക് ഇഷ്ടമുള്ളത് പറയുമെന്ന് സേവിച്ചൻ പറയും. പിന്നെ ഇവരുടെ വഴക്ക് തീർക്കുവാണ് റിതാമ്മ. നിങ്ങൾ രണ്ടുപേരുടെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്, കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് സംസാരിക്കാതെ നീ അകത്തേക്ക് പോകുമെന്ന് പറഞ്ഞ് സ്റ്റീഫനെ അകത്തേക്ക് പറഞ്ഞു വിടും. എന്നിട്ട് സേവിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഇങ്ങനെ, ഒന്നുമില്ലെങ്കിലും നിൻ്റെ മൂത്തതല്ലേ, ആ ഒരു ബഹുമാനം കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പം, ആ ബഹുമാനം കൊടുക്കണമെങ്കിൽ അവൻ മര്യാദയ്ക്ക് നിൽക്കണം. അവൻ എന്നെ കാണുമ്പോൾ ഇത്തിരി സുഖേട് കൂടുതലാണ്, കയ്യിൽ കുറച്ച് കാശുള്ളതിൻ്റെ ചൊറിച്ചിൽ എന്നോട് കാണിക്കണ്ട എന്ന് പറയുക. അന്നേരം നീ ഒന്ന് അടങ്ങ് എന്ന് പറയും. അന്നേരം സേവിച്ചും ചോദിക്കുന്നുണ്ട്, അകത്ത് എല്ലാവരും ഉണ്ടോ എന്ന്. ഏട്ടന്മാരെല്ലാവരും വന്നിട്ടുണ്ട്, നീ അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞ് അവരെല്ലാവരുടെ അകത്തോട്ട് കയറി ചെല്ലുന്നു. അപ്പം ഈ സമയം ടാനിയ, സ്റ്റാൻലിയുടെ മൂത്ത മോളാണ്, ഇവർക്ക് എല്ലാവർക്കും കുടിക്കാനും കഴിക്കാനുള്ളതൊക്കെ കൊണ്ടുവയ്ക്കുന്നു. അന്നേരം ആ കൂടെ ഇരിക്കുന്നതിൽ ഒരു അച്ചായൻ ചോദിക്കുന്നുണ്ട് ടാനിയോട്, നീ എന്താ റിതാമ്മ നിൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോയപ്പോൾ പോകാതിരുന്നത്, നിനക്ക് നിൻ്റെ അപ്പനെ കാണണ്ടായിരുന്നോ എന്ന്. അന്നേരം ടാനിയ പറയുവാണ്, അത് എനിക്കന്ന് കോളേജിൽ പോകണമായിരുന്നു, എക്സാം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പോകാതിരുന്നത് എന്ന്. അന്നേരം അങ്ങനെ ചോദിക്കും, നിനക്ക് നിൻ്റെ അപ്പനേക്കാൾ വലുതാണോ എക്സാമും കോളേജും ഒക്കെ, അങ്ങനെയായിരുന്നോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക. അന്നേരം അത് കേട്ടുകൊണ്ടാണ് റീതാമ്മ അകത്തേക്ക് കയറി വരുന്നത്. അന്നേരം റീതാമ്മ പറയും, ഞാൻ അവളോട് കോളേജിൽ പൊയ്ക്കോളാൻ പറഞ്ഞത്, എന്തിനാ വെറുതെ കോളേജ് കളയുന്നത്, അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് പറഞ്ഞു വിട്ടത് എന്ന് പറയും. ഈ റീതാമ്മയാട്ടോ സ്റ്റാൻലിയായിട്ട് മക്കളെയും എൽസമ്മയൊക്കെ മാറ്റി നിർത്തുന്നത്. അത് കഴിഞ്ഞ് റീതമ്മ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെല്ലാവരും വിളിച്ചു വരുത്തത് വേറെ ഒന്നിനും വേണ്ടിയല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പം, എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിക്കും. അന്നേരം റീതമ്മ പറയുവാണ്, സ്റ്റാൻലി അങ്ങ് കൊളത്തിപ്പുഴയിൽ ഒരു പെണ്ണിനെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട് എന്ന്. അന്നേരം പെണ്ണോ, മനസ്സിലായില്ല എന്ന് പറയുമ്പം റീതമ്മ പറയുന്നുണ്ട്, അവൻ കൂടെ ഒരു പെണ്ണിനെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട്, അവിടുന്ന് പൗലോസും ബൈജു ഒക്കെയാണ് വിളിച്ചു പറഞ്ഞത്. ആ സമയത്ത് ഞാനത് വിശ്വസിച്ചില്ല, പിന്നെ ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്നലെ ടെൽസുമോളെയും കൂട്ടി അവിടെ വരെ ചെന്നത്. അന്നേരം ഞാൻ കണ്ടു ആ പെണ്ണിനെ, 10-25 വയസ്സിനടുത്ത് കാണുമായിരിക്കും. അവളെ വലിയ കാര്യമായിട്ട് രാജകുമാരിയെ പോലെ അവിടെ വാഴിച്ചേക്കുവാണ് അവൻ. അവളുടെ റൂം മാത്രം മൂടി പിടിപ്പിക്കാൻ ഇഷ്ടം പോലെ കാശ് ചിലവാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ പിള്ളേരോട് തിന്നേണ്ട പൈസയാണ് അവൾക്ക് വേണ്ടി ചിലവാക്കി കളയുന്നത്, അതൊക്കെ നമ്മൾ അനുവദിച്ചു കൊടുക്കണോ എന്നൊക്കെ ചോദിക്കുമ്പം, ഇതൊക്കെ സത്യമാണോ വെറുതെ എന്ന് പറഞ്ഞ് അവരാരും വിശ്വസിക്കുന്നില്ല. അന്നേരം റിതമ്മ പറയുന്നുണ്ട്, വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അത് അവൻ്റെ മോളാണെന്ന്. ആ മോൾ എങ്ങനെയാണ് നിനക്കുണ്ടായത് എന്ന് ഞാൻ ചോദിച്ചപ്പം പഴിച്ചുണ്ടായതാണെന്ന് അവൻ സമ്മതിച്ചു. അവന് നാണക്കേടൊന്നുമില്ല അതൊന്ന് വിളിച്ച് പറയുന്നതിന് എന്ന് പറയുമ്പം അവർക്ക് ആകെ ഒരു അത്ഭുതമാണ്. അന്നേരം റിതമ്മ പറയുന്നുണ്ട്, ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടായത് എന്ന് അവനോട് ചോദിച്ചപ്പം അവൻ പറഞ്ഞു, വിവാഹത്തിന് മുമ്പ്, എൽസമ്മയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവന് ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അതിന് വിവാഹം കഴിക്കാൻ പറ്റിയില്ല, പക്ഷെ ബാക്കിയെല്ലാം കഴിഞ്ഞു, അതുകൊണ്ടാണ് ഇതുണ്ടായത്. പിന്നെ ഈ അടുത്തങ്ങാണ്ടാണ് അന്നത്തെ ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ടെന്നും അത് അനാഥാലയത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും അറിഞ്ഞത്. അന്നേരെ പോയി സ്റ്റാൻലി ആ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു, ദത്തെടുത്തു. ഇപ്പം അവിടെയാണ് അവളുടെ ഭരണം മൊത്തം. അവിടുത്തെ വേലക്കാർ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ സ്വത്താണ് എന്ന് പറഞ്ഞ് അവരെ ഭരിക്കാൻ ചെല്ലലാണ് മെയിൻ പണി എന്ന് പറഞ്ഞു. ഇതിന് നമ്മളൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയും. അന്നേരം അവർ ചോദിക്കും, നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന്. അന്നേരം റിതമ്മ പറയുന്നുണ്ട്, നമ്മൾ ഇത്രയും പേരുണ്ടായിട്ടും ഇത് അനുവദിച്ചു കൊടുത്തുകൂടാ, അവൾ അനുഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അവൾ കൈവശപ്പെടുത്താൻ പോകുന്നത് എൽസമ്മയും പിള്ളേരും അനുഭവിക്കേണ്ട സ്വത്താണ്. നമ്മൾ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ എൽസമ്മയും പിള്ളേരും വഴിയാധാരമാവും, അവർക്കൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ ഇതിനകത്ത് ഇടപെടണം എന്ന് പറയുന്നു. അന്നേരം മൂത്ത അച്ചായൻ
അച്ചായൻ പറയുന്നുണ്ട് എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് ചെന്ന് സംസാരിക്കാമെന്ന്. അന്നേരം കൂടെയുള്ള ഒരാൾ പറയുവാണ്, നമ്മൾ ഇതിനു മുമ്പ് ഒന്ന് സംസാരിക്കാൻ പോയത് ഓർമ്മയുണ്ടോ? നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പം അയാളുടെ കൂടെയുള്ള പട്ടികളും കാണും. നമ്മുടെ സ്വരം ഒന്ന് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അതുങ്ങൾ നമ്മളെ കടിച്ചു കീറാൻ പാകത്തിന് എഴുന്നേറ്റ് വരും. അന്നേരെ നമ്മുടെ ജീവൻ പോകും. പിന്നെ അന്ന് എന്തോ ഇഷ്ടക്കേട് വന്നിട്ട് അയാൾ തോക്കെടുത്ത് നെഞ്ചിന് നേരെ കുത്തിപ്പിടിച്ചത് 10 മിനിറ്റാണ്. അന്ന് പേടിച്ച പേടി ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല. അന്ന് ഇച്ചായൻ പേടിച്ചിട്ട് 2 ആഴ്ചയാണ് പനിച്ച് കിടന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം സ്റ്റീഫൻ പറയുന്നുണ്ട്, പിന്നെ തോക്കെടുത്ത് നെഞ്ചി വെച്ചാൽ പിന്നെ എന്താ ചെയ്യുന്നത്? പേടിക്കുമല്ലേ നിവൃത്തിയുള്ളൂ. പിന്നെ തോക്കെടുക്കാൻ എനിക്കും അറിയാം, പക്ഷെ ഞാൻ ഇപ്പോൾ തോക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൊന്നിട്ടേ താഴെ വയ്ക്കുകയുള്ളൂ, അതാ കുഴപ്പം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഇവരെല്ലാവരോടും സംസാരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് പിള്ളേർ 2 പേരൂടെ വരും കേട്ടോ, ടോജോയും ടെൽസയും കൂടെ. അതുപോലെ ടാനിയും അവിടെ നിൽപ്പുണ്ടല്ലോ. അന്നേരം അവരോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പപ്പയുടെ വിലാസമൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ടെൽസ പറയുക, ഞാൻ കണ്ടായിരുന്നു, നല്ല സുന്ദരി ചേച്ചിയാണ്. അധികം ടാനിയെ പോയി കയ്യെ തട്ടും, മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞു. അന്നേരം സേവിയച്ചൻ പറയുന്നുണ്ട്, നിങ്ങളിവിടെ കിടന്ന ഈ കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സ്റ്റീഫനെ ചീത്ത പറഞ്ഞിട്ടോ എൽസ ചേച്ചി ചീത്ത പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ അങ്ങോട്ട് പോകണം, എന്നിട്ടൊരു തീരുമാനം ഉണ്ടാക്കണം, അതാണ് വേണ്ടത് എന്ന്. അന്നേരം റീതാമ്മ ചോദിക്കും, എന്താണ് പരിപാടി? നമുക്ക് അവനെ പൂട്ടണം, അല്ലെങ്കിൽ ശരിയാകിയേല എന്ന് പറയുന്നു. അന്നേരം അച്ഛന്മാരെല്ലാവരോടും തീരുമാനം എടുക്കുന്നത് എല്ലാവരോടും ഇവർ 4-5 പേരോടെ അങ്ങോട്ട് ചെല്ലുന്നു. കൂടെ പോലീസിൽ അറിയിക്കണം, അതുപോലെ പള്ളിയിലച്ഛനെ കൂടെ കൂട്ടണം, രാഷ്ട്രീയക്കാരെ കൂടെ കൂട്ടണം, സ്റ്റാൻലിയുടെ ക്ലബിലെ ആൾക്കാരെ കൂടെ കൂട്ടണം. അങ്ങനെ എല്ലാവരെയും ആയിട്ട് അങ്ങോട്ട് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കണം. ഒരിക്കലും അവരാരും സ്റ്റാൻലിയുടെ സൈഡ് നിൽക്കുകയില്ല. അങ്ങനെ അവനെ നാണം കെടുത്ത് തൊലി ഉരിക്കണം, അവന് തല പൊക്കാൻ മേലാത്ത അവസ്ഥ എത്തിക്കണം. പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് അവനെ വരിഞ്ഞു മുറുകി നമ്മുടെ കാര്യം നമ്മൾ സാധിച്ചെടുക്കണം, അതാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം റീതാമ്മയും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ വേണമെന്ന്. അന്നേരം എങ്ങനെയാണ് ഇതിനെ ഒരു ഡീലുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നു. അന്നേരം അതിലൊരാൾ പറയുന്നുണ്ട്, നമുക്ക് അവിടെ ചെന്നിട്ട് കാര്യങ്ങളെല്ലാം തീരുമാനമാക്കണം. അയാളുടെ സ്വന്തം മോളാണെങ്കിലും അല്ലെങ്കിലും അവിടെയുള്ള പെണ്ണിനെ അവിടുന്ന് മാറ്റണം. അതുപോലെ എന്തെങ്കിലും ചെറിയ കോമ്പൻസേഷൻ കൊടുത്ത് അവളെ അവിടുന്ന് മാറ്റുന്നതോടൊപ്പം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നും ആരെയും ശല്യം ചെയ്യില്ല എന്നും അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കില്ല എന്നും മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് മേടിക്കണം എന്നും പറയുവാണ്. അന്നേരം പ്രീതാമ്മ പറയുന്നുണ്ട്, അത് മാത്രം പോരാ, അവൻ്റെ ആ സ്വത്തുണ്ടല്ലോ, ആ സ്വത്ത് 5 ഭാഗിക്കണം. 4 ഭാഗം എൽസമ്മയുടെയും മക്കളുടെയും പേരിൽ എഴുതി വെക്കണം. അല്ലെങ്കിൽ ആ ബംഗ്ലാവും റബ്ബർ എസ്റ്റേറ്റും എല്ലാം അവളുടെ കയ്യിലിരിക്കും. അതിന് നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. അതുകൂടെ ഇപ്പം തന്നെ തീരാധാരമായിട്ട് എഴുതി മേടിക്കണം എന്ന് തന്നെ പറയുന്നു. അന്നേരം അവരെല്ലാവർക്കും ഭയങ്കര ഉത്സാഹമായി. എങ്ങനെയെങ്കിലും സ്റ്റാൻലി ഒന്ന് നാണം കെടുത്താൻ കിട്ടുന്ന അവസരമാണല്ലോ, അത് മാക്സിമം ഉപയോഗിക്കണം എന്ന് അവർ തീരുമാനിക്കുന്നു. അന്നേരം റീതാമ്മയോട് ചോദിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക്, ഇതൊന്നും അവൻ സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ എന്നെ ചെയ്യും? കാരണം അവിടെ കടിച്ചു നിറാൻ പാകത്തിന് നിൽക്കുന്ന പട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെല്ലുന്നത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് അതുങ്ങളെ ഉപയോഗിച്ചാൽ എന്നെ ചെയ്യും എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പം റീതാമ്മ പറയുന്നുണ്ട്, അതിനൊന്നും അവൻ സമ്മതിച്ചില്ല എങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതിനൊപ്പം ഇവിടുന്ന് എൽസമ്മയും പിള്ളേരും കൂടെ കൂട്ടും. എന്നിട്ട് അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ സമരം തുടങ്ങും. അങ്ങനെയും ചെയ്യാലോ എന്നൊക്കെ പറയുന്നു. അന്നേരം എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തുവാണ്. എന്നിട്ട് അവിടെ ഇരുന്നവർ ഇത്ര നേരം ഇരുന്ന് സംസാരിക്കുമായിരുന്നല്ലോ, ഭക്ഷണം കഴിക്കാനൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നു. അന്നേരം എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് പലതവട്ടം ഇവർ പറയുന്നുണ്ട് കേട്ടോ, എൽസമ്മയുടെ ഈ ധ്യാനവും കൺവെൻഷനും ഒക്കെ നിർത്തണം, അവളിങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും, നിനക്കൊന്ന് പറഞ്ഞ് നിർത്താൻ മേലെ എന്നൊക്കെ റീതമ്മയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം റീതമ്മ പറയുന്നുണ്ട്, അവളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒരു ചെവിക്കിടെ കയറി മറ്റേ ചെവിക്കിടെ ഇറങ്ങിപ്പോവും, പിന്നെ അവൾക്ക് ഇതൊക്കെയല്ലേ ഒരു സമാധാനമുള്ളൂ, അതുകൊണ്ടാണ് അവളിങ്ങനെ നടക്കുന്നത് എന്ന് പറയുമ്പം ഇപ്പം നടക്കുന്ന ഈ സംഭവം അവൾ അറിഞ്ഞതാണോ എന്നും അവർ ചോദിക്കുന്നുണ്ട്. അന്നേരം റീതമ്മ പറയും, വന്നിട്ട് വിശദമായിട്ട് പറയാമെന്ന് വിചാരിച്ചു, 2 ദിവസവും കൂടി ഉണ്ട് ഒരു കൺവെൻഷൻ, അതിന് പോയേക്കും, അത് തീർന്നിട്ടേ വരത്തുള്ളൂ, അപ്പം ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ച് വെച്ചേക്കുവാണ് നിലവിൽ എന്നൊക്കെ പറയുന്നുണ്ട്. എൽസമ്മയ്ക്ക് ഈ പ്രാർത്ഥനയും കൺവെൻഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് ഇഷ്ടം. കുട്ടികളുടെ കാര്യം പോലും വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല, അതുപോലും ശ്രദ്ധിക്കുന്നത് റീതാമ്മയാണ്. ഏതായാലും അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തീരുമാനമാകുന്നു. ഭക്ഷണം എടുത്തു വയ്ക്കാൻ വേണ്ടി റീതാമ്മ പോയി കഴിയുമ്പം അവർ 4 പേരോട് ഇരുന്ന് പറയുന്നുണ്ട്, സ്റ്റാൻലിയെ നാണം കെടുത്താൻ കിട്ടുന്ന ഒരു അവസരമാണ് ഇത്, നമ്മൾ ഈ നല്ല രീതിയിൽ മുതലെടുക്കണം, അതിന് വേണ്ടതിലൊക്കെ നമുക്ക് ഇപ്പം തന്നെ ചെയ്തു തുടങ്ങണം എന്നും പറയും. അതുപോലെ ഇതിനിടയ്ക്ക് ഔതുക്കുട്ടിച്ചായൻ്റെ കാര്യവും പറയുന്നുണ്ട് കേട്ടോ. പുനലൂരുള്ളവരെല്ലാം ഇത് അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ റീതാമ്മ പറയുന്നുണ്ട്, പുനലൂരിൽ നിന്ന് അവളെ ഇറക്കി വിടാൻ വേണ്ടി ഔതുക്കുട്ടിച്ചായം വന്നായിരുന്നു, അങ്ങേരെ അവൾ കയ്യിലെടുത്തു, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, ഇപ്പം അവളും അങ്ങേരോട് ഒരുമിച്ച് ആടിപ്പാടി
നടക്കുന്നത്, ആ അവസ്ഥയിലെത്തി എന്ന് പറയുമ്പം സേവിച്ചും പറയുന്നുണ്ട്, അത് സാരമില്ല, ആ കിളവന് ഇനി എത്ര കാലമുണ്ട്, അയാളെ വിട്ടേരെ, ബാക്കിയുള്ളവരോട് നമുക്ക് കാര്യങ്ങൾ വിളിച്ച് പറയാലോ, അതും നമുക്ക് ചെയ്യാം എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ചർച്ചകൾ ഇവിടെ വരെയൊക്കെയായി നിൽക്കുവാണ്. ഇനി അടുത്ത ദിവസമാണ് സ്റ്റാൻലിയുടെ അടുത്തോട്ട് ഇവരെല്ലാം പടപ്പുറപ്പാടുമായിട്ട് പോകുന്നത്.